എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു പുതിയ വിഷയം ഇന്ന് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. എനിക്കിന്ന് ഇത്തിരി വയ്യാഴികയുണ്ട്, കൂടുതലാണ്, എങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ ഒരു വിഷയം കേട്ടപ്പോഴേ ഇപ്പം തന്നെ എനിക്ക് പറയണം തോന്നി. കാരണം എനിക്ക് പറയാനുള്ളത് 10 പേരെങ്കിലും കേൾക്കുന്നുണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇന്ന് പല വീഡിയോസും ഞാനിടുന്നത് എൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളുമാണ്. ഇന്ന് പക്ഷേ ഒരു ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, പ്രണയം ആണ് ഈ ലോകത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം. പ്രണയം തന്നെയാണ്. കാരണം എങ്കിൽ മാത്രമേ ഭൂമി നിലനിൽക്കുകയുള്ളൂ. പ്രണയം എന്ന് പറയുന്നത് ഒരു ആണും പെണ്ണും തമ്മിൽ മാത്രമല്ല പ്രണയം ഉണ്ടാവുക. പലർക്കും പലതിനോടും പ്രണയം തോന്നാറുണ്ട് ഇല്ലേ? അപ്പോൾ അതല്ല ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. പക്ഷേ എൻ്റെ 24-ാമത്തെ വയസ്സിലും അദ്ദേഹത്തിൻ്റെ 26-ാമത്തെ വയസ്സിലാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. ഇപ്പോൾ 23 വർഷമായിട്ട് ജീവിച്ചു കൊണ്ട് പൊട്ടലും ചുറ്റലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാം തരണം ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ജീവിച്ച് പോകുന്നുണ്ട്. അതല്ല വിഷയം. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പ്രേമിക്കുന്നുണ്ട്, പ്രണയിക്കുന്നവർ കല്യാണം കഴിക്കണമുണ്ട്. പക്ഷേ എല്ലാവരും ഒരുപോലെയല്ല എന്നുള്ളതാണ് സത്യം. അത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് ഇങ്ങനെ നോക്കിയപ്പോൾ അദ്വൈത സുരേഷ് എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഇത് കണ്ടു. അതിൽ ആ കുട്ടീനെ പ്രേമിക്കണ അവൻ അടിച്ചിട്ടും ഇടിച്ചിട്ടും അതിനെ വിളിക്കണ തെറിയൊരു വീഡിയോ ഞാൻ വേറെ കേട്ടു. ഞാൻ ഈ 47 വയസ്സായിട്ട് ഞാൻ പോലും കേട്ടിട്ടില്ല അങ്ങനത്തെ തെറികൾ. ഇതൊക്കെ ഈ ചെറിയ പിള്ളേരുടെ വായിൽ എവിടെ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മുഴുവനും വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. കാരണം ഇവർ പുറത്ത് ചെന്നിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനത്തെയെന്ന് നമുക്ക് വീട്ടുകാർക്കും പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ചൊക്കെ വീട്ടുകാർക്കും പങ്കുണ്ട്. ഇപ്പം എനിക്കുണ്ടൊരു മോൻ 19 വയസ്സായതാണ്. ഇന്ന് വരെ അവൻ്റെ നാവിന്ന് ദൈവം അനുഗ്രഹിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല. കാരണം അങ്ങനെ വളർത്താൻ എനിക്ക് ഇതുവരെ സാധിച്ചു. നാളെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റൊന്നുമില്ല. ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അതവിടെ നിൽക്കട്ടെ. ആ കുട്ടീനെ എന്നിട്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും ലാസ്റ്റ് ആ കുട്ടിയായ ബന്ധത്തിൽ നിന്ന് മാറി. അപ്പോൾ അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, അവൻ പറയണതിന് എഗെയിൻസ്റ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ വീണ്ടും വീണ്ടും കൂടുതൽ ഉപദ്രവിക്കും. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ കൂടെയൊക്കെ പോയിന്ന്. എന്തിനാണ് ഇങ്ങനൊരു റിലേഷൻ? എന്തിനാണ് അപ്പോൾ നമ്മളൊരു ആ കുട്ടി അതിൽ നിന്ന് ഉപേക്ഷിച്ച് പോയിട്ടാണ്. പക്ഷേ ഓരോ സമയത്തിലും ഓരോ പ്രായത്തിലും നമുക്ക് ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരോട് ഒരു ഇൻട്രാക്ഷൻ നമുക്ക് തോന്നും. പക്ഷേ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഏത് പ്രായത്തിലും നമുക്ക് പ്രണയിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിലെ രീതികളനുസരിച്ചിട്ടായിരിക്കും ആ പ്രണയം വരിക എന്നുള്ളത്. ഹോർമോണിൻ്റെ പ്രവർത്തനം മൂലമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷേ ഒരു 14, 15, 16, 17, 10, 20 ആ പ്രായം വരെയൊക്കെ ഒരുവിധം ആൾക്കാർക്ക് പ്രണയം തോന്നും. പ്രണയം തോന്നുമ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം കൊണ്ടാണല്ലോ ഇത് ആ പ്രായത്തിലൊക്കെ കൂടുതലുണ്ടാകും. അല്ലാത്ത പ്രായത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്, ഹോർമോൺ പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, തിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു ശേഷി ഉണ്ടായാൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നിട്ട് വിട്ട് നിൽക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ഇപ്പോൾ ഇട്ട വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ മകനെ കുറിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. പല കാര്യങ്ങളും അവനാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവൻ പറയണത് കേട്ടിട്ടാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിനക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം. പക്ഷേ പ്രണയിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഡ്രീംസ് ലൈഫിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. കാരണം എൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടി ഇപ്പോൾ ബിടെക് കഴിഞ്ഞ് ജോലിക്ക് കയറിയിട്ടുള്ളൂ, 6 മാസമായിട്ടുള്ളൂ. അവൻ്റെ പാരൻസ് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവനൊരു പ്രേമമുണ്ടായി. ഇപ്പോൾ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ അവൻ കല്യാണം കഴിക്കേണ്ടി വരികയാണ്. അപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്തായി, അവനൊരു കുടുംബമായി, പ്രാരാബ്ധമായി. പിന്നെ ആ ഒരു രീതിയിലായി. കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളെടുത്ത്, ഇപ്പോഴത്തെ കുട്ടികളെടുത്താണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പഠിച്ച് ഒരു ജോലിയായി 1-2 വർഷമെങ്കിലും സ്വന്തം ഒന്ന് ജീവിക്കുക.
സ്വയം ഒന്ന് ജീവിക്കുക, ലോകം അറിയുക, ലോകം കാണുക. പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ പാരൻസിനെ സഹായിക്കാൻ പറ്റണവരാണെങ്കിൽ പാരൻസിനെ സഹായിക്കുക. പാരൻസിന് സഹായം ആവശ്യമില്ല, നിങ്ങളുടെ സാമ്പത്തികം ആവശ്യമില്ല എങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കും ചെയ്യും എന്നറിയാം. എങ്കിലും നിങ്ങളത് കഴിഞ്ഞിട്ട് ഈ ലോകം അറിയാനും നിങ്ങളെപ്പറ്റി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ചുരുങ്ങിയതൊരു 2 വർഷം നിങ്ങൾ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നിങ്ങൾ പ്രണയിച്ച് നോക്കിക്കോ. വളരെ ഭംഗിയായിട്ടുള്ളൊരു പ്രണയമായിരിക്കും, നല്ല മെച്യൂർഡായിട്ടുള്ളൊരു പ്രണയമായിരിക്കും. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു 80% കറക്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആപ്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങൾക്കത് സംഭവിക്കും. അപ്പോൾ ചോദിക്കും, ആ സമയം നോക്കി പ്രേമം വരണ്ടേന്ന്. വന്നാലത്തെ അവസ്ഥയായിട്ട് ഞാൻ പറഞ്ഞത്, പ്രേമം വന്നില്ലെങ്കിൽ വരണവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് നാൾ നമ്മളങ്ങനെ നിന്നിട്ട് നമുക്കിഷ്ടമുള്ളൊരു പെൺകുട്ടീനെ കല്യാണം ആലോചിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കല്യാണം ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുക. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് വരെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അത്രയും വില്ലിങ് ആണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അല്ലാതെ ആണായാലും പെണ്ണായാലും ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇതാവണതും ശരിയല്ല. ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ട് എനിക്കത് ശരിയായില്ല എന്ന് തോന്നുന്നതിലും ഭേദം നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് നിങ്ങൾ കല്യാണം കഴിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ റിലേഷനെ പറ്റിയിട്ടാണ്. ടോക്സിക് റിലേഷൻ പ്രണയത്തിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്, സൗഹൃദത്തിലുണ്ട്. ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ അപ്പം നിർത്തി, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ടോക്സിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആവശ്യമില്ല. നമുക്കെപ്പോഴും എന്ത് ബന്ധങ്ങളാണെങ്കിലും നമുക്കതിൽ ഒരാളോട് സമാധാനം ഉണ്ടാവണം, വേണ്ടേ? ഇപ്പം നമുക്ക് ആരോടെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പോൾ, ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാവും ഇല്ലേ? ഭയങ്കര കൂളായി നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനെ അതാണ് റിലേഷനിൽ നിന്ന് നമുക്ക് വേണ്ടത്. അല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും സമയത്ത് ഒരാളെ വിളിക്കുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലെ തിരിച്ച് നമ്മളോട് ഇങ്ങോട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഇരട്ടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് പ്രണയത്തിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ അടുത്ത് എൻ്റെ മോൻ പറഞ്ഞു കൂട്ടും, ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിനെ കുറിച്ചിട്ടല്ല അമ്മയെ ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ 29ാമത്തെ വയസ്സിൽ ഞാൻ എന്തായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ്റെ ആഗ്രഹം പോലെ ദൈവം അനുഗ്രഹിച്ചിട്ട് അവന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ എനിക്ക് നിങ്ങൾ കുട്ടികളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ എന്താവും എന്നുള്ളതല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. 10 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഏത് പ്രണയമായാലും എന്തായാലും ഒരു വര വരച്ചിട്ട് ആ വരയ്ക്കപ്പുറത്തേക്ക് പോകാതെ നിന്നാൽ നിങ്ങൾക്കത് ജീവിതത്തിൽ ഗുണം ചെയ്യും. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും. കാരണം പ്രണയിച്ചുകൊണ്ട് മാത്രം നമ്മൾ ജോലിയും പ്രണയമൊക്കെ ആയി നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കുറേ നഷ്ടങ്ങൾ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കല്യാണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഓപ്പോസിറ്റായിട്ടുള്ള ആൾക്കാരെ കൂടെ ഒരുമിച്ച് ജീവിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടം ആയതുകൊണ്ട് വയസ്സും ഒരു പ്രശ്നമല്ല. പക്ഷേ കല്യാണം കഴിക്കാതെ ഉള്ളൊരു ജീവിതമുണ്ട്. ആ ജീവിതം കല്യാണം കഴിക്കുന്നവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷനുകളിൽ നിന്നിട്ട് എല്ലാവരും മാറി നിൽക്കുക. എല്ലാ മക്കളും എല്ലാ കുട്ടികളും നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കയ്യിലാണ് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി ഇരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളാണ് എല്ലാം ചെയ്യേണ്ടത്. അതിനെ പറ്റിയിട്ട് നിങ്ങൾ ശരിക്കും ആലോചിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു.